2019 ഒരു മണ്ഡലകാലം ജാനുവരി മാസം 2-ാം തീയതി നമ്മൾ ഈ ദിവസം ഇവിടെ പറയുന്നതിൻ്റെ കാരണം 2019 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരുന്നത്. ശബരിമലയിൽ ദർശനത്തിന് യുവതികൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം, അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ടാകും എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറയുന്നു. നിയമത്തിൻ്റെ പരിരക്ഷയിൽ പിണറായി വിജയനും കൂട്ടരും ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു ശബരിമലയിൽ അന്ന് സ്ത്രീ പ്രവേശനം എന്ന രീതിയിൽ അരങ്ങേറിയത്. അതെ, സ്ത്രീ പ്രവേശനം എന്ന രീതിയിൽ അവിടെ അരങ്ങേറിയത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തിരനാടകമാണോ എന്ന് നമുക്ക് ഈ അവസരത്തിൽ തോന്നുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഈ വിവാദമുണ്ടാകുമ്പോൾ തന്നെ ഭരണത്തിൽ ഇരുന്ന പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ തലപ്പൊക്കമുള്ള നേതാവായ പത്മകുമാർ ആയിരുന്നു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ അരങ്ങേറുമ്പോൾ പത്മകുമാർ ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന വിധി വരുമ്പോൾ പത്മകുമാർ അന്ന് പറഞ്ഞിരുന്നത് എൻ്റെ കുടുംബത്തിലെ ഒരു സ്ത്രീകളും അവിടെ കയറില്ല എന്നാണ്. 2019 ജാനുവരി മാസം 2-ാം തീയതി കനകദുർഗയും ബിന്ദു അമ്മിണിയും ശബരിമലയിൽ പോലീസ് വേഷത്തിൽ മല ചവിട്ടിയത് അയ്യപ്പ ഭക്തരുടെ നെഞ്ചിലൂടെയാണ് ചവിട്ടിക്കൊണ്ട് കടന്നു കയറിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ നെഞ്ചിലൂടെ ചവിട്ടി കയറിപ്പോയി മല കയറി സാധാരണ 18-ാം പടി കടക്കാതെ പോലീസ് കയറുന്ന വഴിയിലൂടെ ഈ മഹതികളെ പോലീസ് കയറ്റുമ്പോൾ പിണറായി വിജയനും കൂട്ടരും തയ്യാറാക്കിയ ഒരു തിരക്കഥയാണോ ഇവിടെ വീണ്ടും പൊങ്ങി വരുന്നത് എന്ന് വ്യക്തമാവുന്ന രീതിയിലാണ് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ തലപ്പൊക്കമുള്ള നേതാവായ പത്മകുമാറിനെ അവരുടെ പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം ഈ പാർട്ടിയോട് ചോദിക്കുമ്പോൾ കുറ്റപത്രം കൊടുക്കട്ടെ, തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്ന അവരുടെ ആ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ തോൽവിയുടെ കാരണം, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ തോൽവിയുടെ കാരണങ്ങൾ ഒന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ പുറത്താക്കൽ നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നാളെ നടക്കാനിരിക്കുന്ന പത്തനംതിട്ടയിലെ പ്രസ്തുത പാർട്ടിയുടെ അതായത് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന വാർത്തയാണ് അദ്ദേഹം അന്ന് പത്രസമ്മേളനത്തിൽ AKG സെൻറ്ററിൽ പറഞ്ഞു വെച്ചത്. എങ്കിൽ നാളെ ആ പുറത്താക്കൽ നടപടി ഉണ്ടാകും മുമ്പ് പത്മകുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണോ അദ്ദേഹം ഒരു ആത്മകഥ എഴുതാൻ പോകുന്നു എന്നും ആ ആത്മകഥയിൽ ശബരിമലയിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ താൻ ഭാഗവാക്കല്ലെന്നും തന്നെ അതിൽ പെടുത്തിയതാണെന്നും പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ശബരിമല ശ്രീ ധർമ്മശാസ്താവ് സത്യമുള്ള ദൈവമാണ്, അയ്യപ്പൻ സത്യമുള്ള ദൈവമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇവിടെ പുറത്തു വരുന്നത്. അവരുടെ പാർട്ടിയെ പ്രതിരോധത്തിൽ നിർത്താനാണ് ആണ് എന്ന് പറയുമ്പോഴും പത്മകുമാർ പറയുന്നതിൽ ചില സത്യങ്ങളില്ലേ? ഈ പ്രസ്തുത സംഭവം ശബരിമലയിൽ അരങ്ങേറുമ്പോൾ പത്മകുമാറിനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ഒരു പ്രമുഖൻ ഉണ്ട് അത്രേ. പത്മകുമാർ പറയുന്നു തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖൻ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ താൻ ഉൾപ്പെടെ അന്നത്തെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെയാണ് അവിടെ വിളിക്കുന്നത്. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹവും അവിടെ ഇല്ലായിരുന്നു എന്നും അദ്ദേഹത്തിനെ ബോധപൂർവം മാറ്റി നിർത്തിയതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ അദ്ദേഹത്തിനെ അവിടെ മാറ്റി നിർത്തി തിരുവനന്തപുരത്തേക്ക്, അന്ന് അദ്ദേഹം ശബരിമലയിൽ, അദ്ദേഹത്തിൻ്റെ നാട് പത്തനംതിട്ടയാണ്, അദ്ദേഹം ശബരിമലയിലേക്ക് പുറപ്പെടാനായി എരുമേലി വരെ എത്തുമ്പോഴേക്കാണ് അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഈ വിളിച്ച വ്യക്തിയെ അദ്ദേഹത്തിന് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ പരിരക്ഷയിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും
അദ്ദേഹത്തിൻ്റെ ഓഫീസും നടത്തിയ ഒരു നിയമത്തിൻ്റെ പരിരക്ഷ എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ ആ പറയുന്ന വിധിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് ഉറക്കെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനെ ഒരു വിപ്ലവം, അവിടെ ഒരു വിപ്ലവം തങ്ങൾ കാട്ടി, ഒരു രണ്ടാമതൊരു വിപ്ലവം കാട്ടി എന്ന രീതിയിൽ കാട്ടാൻ വേണ്ടിയാണോ ഈ ഒരു നാടകം അവിടെ അരങ്ങേറിയത് എന്ന് ഇവിടെ ചോദ്യം ഉണ്ടാവുകയാണ്. നാളെ പത്മകുമാറിനെ അവരുടെ പാർട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നടത്തി പുറത്താക്കിയാൽ, അല്ലെങ്കിൽ പുറത്താക്കിയെന്നിരിക്കട്ടെ, എങ്കിലും ഇല്ലെങ്കിലും ഈ പറയാതെ പറയുന്ന സത്യം കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെ മുന്നിലേക്ക് പത്മകുമാർ അറിയാതെ പറയുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ പത്മകുമാറിനെ കൊണ്ട് ശബരിമല ശ്രീധർമ്മശാസ്താവ് പറയിക്കുന്നത് തന്നെയാണ്. അവരുടെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു നേതാവ് തന്നെയാണ്, ഓഫീസിൽ ഒരു കൃത്യമായ ഒരു അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന കുറേ, മുഖ്യമന്ത്രി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുറേ ജോലികളുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ ആണ് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു നിൽക്കുന്നത്. അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷേ പറയാതെ പറയുന്നത് അദ്ദേഹത്തെയാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ MV ജയരാജനെ തിരുവനന്തപുരത്തേക്ക് പോയ പത്മകുമാറിന് കാണാൻ കഴിഞ്ഞില്ല. ഈ MV ജയരാജൻ അദ്ദേഹത്തെ കാണാനും അനുവദിച്ചില്ല. ഈ പോലീസ് ഓഫീസറെ വിളിച്ചത് അന്നത്തെ DGP ആണ് അദ്ദേഹത്തിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത്. ഈ പറയുന്ന പോലീസ് ഓഫീസർ, ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക, ഈ പോലീസ് ഓഫീസറുടെ പേര് നമ്മളിവിടെ ബോധപൂർവം പറയാത്തതാണ്. കാര്യം അദ്ദേഹം ഇപ്പോൾ മറ്റ് പല ചുമതലകളിലും ഇരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പോലീസ് മേധാവിയാണ് വിളിക്കുന്നത്. ഇവിടെ പത്മകുമാറിനെ വിളിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന MV ജയരാജൻ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുകൂടെ പറയുന്നുണ്ട്. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും MV ജയരാജൻ്റെ പേര് പറയുന്നില്ല, എന്നാൽ ചില മാധ്യമങ്ങൾ MV ജയരാജനാണ് ഇത്തരത്തിൽ പത്മകുമാറിനെ വിളിച്ചത് എന്നും പറയുന്നുണ്ട്. പത്മകുമാർ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ സത്യം വിളിച്ച് പറയുമ്പോൾ ഒരു വേള അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യങ്ങൾ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ തട്ടിപ്പിൽ ബന്ധമുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തിനെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ 1-2 വാചകങ്ങളുണ്ട്. ദൈവതുല്യരായി കണ്ടിരുന്ന പലരും എന്നെ ചതിക്കുകയായിരുന്നു എന്ന്. മറ്റൊന്നുകൂടി അദ്ദേഹം ഇവിടെ പറയുന്നു, താൻ എഴുതാൻ പോകുന്ന ആത്മകഥയിൽ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതുമെന്ന്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ സംബന്ധിച്ച് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പത്മകുമാറിന് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതെല്ലാം വെളിപ്പെടുത്തും, അല്ലെങ്കിൽ വെളിപ്പെടുത്തണം. അങ്ങനെ മൂടപ്പെട്ട രീതിയിൽ ഒളിച്ചു വെച്ചിരുന്ന, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരിക്കലും പുറത്തറിയാത്ത രീതിയിൽ മൂടി വെച്ചിരുന്ന പല സത്യങ്ങളും പത്മകുമാറിന് വിളിച്ചു പറയേണ്ടി വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അന്ന് താൻ ദൈവതുല്യം കണ്ടിരുന്നവരാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് പറഞ്ഞ പത്മകുമാർ ഇവിടെ ഒന്നുകൂടെ പറയുന്നു, ഈ ഫയലിൽ സ്വർണത്തിന് പകരം ചെമ്പ് എന്ന് എഴുതി കൊണ്ടുവന്ന ആ കുറിപ്പിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിയിക്കുകയായിരുന്നു എന്നും പത്മകുമാർ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കാൻ തീരുമാനം എടുക്കാൻ പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായി തീരുമാനം എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു ചെറുത്തുനിൽപ്പ് ആണോ ഇതെന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഏതായാലും പത്മകുമാറിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കുകയോ പുറത്താക്കാതിരിക്കുകയോ അത് അവരുടെ പാർട്ടിയുടെ കാര്യം. പക്ഷേ കോടാനുകോടി അയ്യപ്പ ഭക്തരെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചേർന്ന് ചതിച്ചു എന്നുണ്ടെങ്കിൽ ആ ചതിവിന് ഉത്തരം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശബരിമല ശ്രീധർമ്മശാസ്താവ് അതിനവർക്കുള്ള ഉത്തരം കൊടുത്തിരിക്കും. പടിപടിയായി അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതാ അയ്യപ്പൻ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുറ്റാരോപണത്തിൽ മുന്നിൽ നിർത്തിയിരുന്ന മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാകുന്നത്. അയ്യപ്പൻ സത്യമുള്ള ദൈവമാണ്. അയ്യപ്പൻ്റെ ഭക്തരെ ഒരു കൂട്ടം ഇത്തരത്തിൽ കൃത്രിമ നാടകത്തിലൂടെ വേദനിപ്പിച്ചവർക്ക് അങ്ങനെ വേദനിപ്പിച്ചവരെ ഒരിക്കലും ഭഗവാൻ വിടില്ല എന്ന കാര്യം ഉറപ്പ്.